നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ സിപിഐക്കുള്ളിലെ പ്രശ്നങ്ങളിൽ നിലപാട് വ്യക്തമാക്കി മുഹമ്മദ് മുഹസിൻ MLA. തനിക്കെതിരെയുള്ള പ്രചരണം ആസൂത്രിതമാണെന്നും MLA ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. തന്നെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നന്നായി നിറവേറ്റുന്നുണ്ടെന്നും MLA പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ സിപിഐക്കുള്ളിൽ പുകയുന്ന പ്രശ്നങ്ങൾക്ക് മറുപടിയുമായി മുഹമ്മദ് മുഹസിൻ MLAയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. പാർട്ടിയിൽ നടക്കുന്ന സംഘടനാപരമായ വിഷയത്തിന് ഉത്തരവാദി താനാണെന്ന തരത്തിലുള്ള പ്രചരണമാണ് ഇപ്പോൾ ആസൂത്രിതമായി നടക്കുന്നത്. പാർട്ടി നൽകിയ പാർലമെന്റ് ചുമതല ജനപ്രതിനിധി എന്ന നിലയ്ക്ക് താൻ നന്നായി നിറവേറ്റുമെന്ന് വിശ്വാസമുണ്ടെന്നും MLA കുറിപ്പിൽ പറയുന്നു. വർഗ ബഹുജന സംഘടനകളിൽ പ്രത്യേകിച്ച് ചുമതലകളൊന്നും പാർട്ടി തനിക്ക് നൽകിയിട്ടില്ല. അത്തരം പരിപാടികളുമായി സഹകരിക്കുകയും നടത്തിപ്പിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സംഘടനകളുടെ നേതാക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. പാർട്ടി ഏറ്റെടുത്ത ക്യാമ്പയിനുകളിലും പ്രചരണ പരിപാടികളിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാറുണ്ടെന്നും MLA കുറിച്ചു. എന്നാൽ ചില മാധ്യമങ്ങളിലൂടെ നിരന്തരം പ്രത്യേക ലക്ഷ്യത്തോടെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല, സംഘടനയുമായി സഹകരിക്കുന്നില്ല, വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു തുടങ്ങിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നാളുകളായി പല മാധ്യമപ്രവർത്തകരും തൻ്റെ പ്രതികരണം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ പ്രതികരണത്തിൽ നിന്ന് അടർത്തിയെടുത്ത വാക്കുകൾ പ്രചരിപ്പിച്ച് എന്നെ പാർട്ടി വിരുദ്ധനായി ചിത്രീകരിക്കുകയും പുറത്തേക്ക് നയിക്കുകയുമാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം. ചില കേന്ദ്രങ്ങളുടെ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും MLA കുറിച്ചു. നിയമസഭാ സമ്മേളനം നടക്കുന്ന കാലയളവിൽ തിരുവനന്തപുരത്തായിട്ട് പോലും ഈ സമയങ്ങളിൽ പാലക്കാട് നടക്കുന്ന പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നില്ല എന്ന ബോധപൂർവമായ വാർത്ത കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യവും എന്താണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂവെന്നും MLA സൂചിപ്പിക്കുന്നു. എതിർക്കേണ്ടവരെ എതിർത്തും തിരുത്തേണ്ടവരെ കൊണ്ട് തിരുത്തിച്ചും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി ഇവിടം വരെ എത്തിയതെന്നും MLA ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു. നാളെയും ഈ രീതി തന്നെയായിരിക്കും എന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയ ബോധമുള്ള, പ്രത്യേകിച്ച് ഇടത് രാഷ്ട്രീയ ബോധമുള്ള ഒരു വ്യക്തിയുടെ ജീവിത ലക്ഷ്യം എല്ലാവർക്കും അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന സമാധാനവും സന്തോഷവുമുള്ള ഒരു സമൂഹവും രാഷ്ട്രവും കെട്ടിപ്പടുക്കുക എന്നാണെന്നും MLA ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ജനപ്രതിനിധിയാണെങ്കിലും അല്ലെങ്കിലും തനിക്കെൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ തന്നെക്കുറിച്ച് വരുന്ന വ്യാജ വാർത്തകളൊന്നും തന്നെ എന്നെ അസ്വസ്ഥനാക്കുന്നില്ലെന്നും MLA ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു. ചാലിശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തകർന്നെന്നും പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്നും ഉള്ള ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. മന്ത്രി MB രാജേഷിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന BT ബൽറാം. തൃത്താലയിൽ ഓരോ പഞ്ചായത്തിലും ഓപ്പൺ ജിംനേഷ്യം എന്ന മന്ത്രി MB രാജേഷിന്റെ പ്രഖ്യാപനത്തിൽ ആദ്യഘട്ടം നടപ്പിലാക്കിയ ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തകർന്ന നിലയിലായെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഓപ്പൺ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന 6ഓളം ഉപകരണങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇതിൽ വൻ അഴിമതിയാണ് നടത്തിയതെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യം 2 ആഴ്ചകൾക്ക് മുൻപാണ് നാടിന് സമർപ്പിച്ചത്. എന്നാൽ നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ സ്ഥാപിച്ച് അഴിമതി നടത്തിയതാണെന്നും ഇതിൽ MB രാജേഷിനെ നേരിട്ടുള്ള പങ്ക് അന്വേഷിക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റും തൃത്താല മുൻ MLAയുമായ BT ബൽറാം ആവശ്യപ്പെട്ടു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ആദ്യ ദിവസം തൊട്ട് തന്നെ ഇതിലെ ഉപകരണങ്ങൾ ഇളകി വീഴുകയും വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 10-20 ദിവസമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ 8-9 ഇവിടെയുള്ള ഉപകരണങ്ങൾ ഇവിടെ ഇങ്ങനെ അഴിച്ചു മാറ്റി വെക്കേണ്ടുന്ന അവസ്ഥയിലാണ്. പൂർണ്ണമായും ഗുണനിലവാരം കുറഞ്ഞ ഒരു പണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഗുണനിലവാരത്തിലാണ് താങ്കളുടെ MLA ഫണ്ട് കൊണ്ടുള്ള പ്രവൃത്തികൾ നടക്കുന്നത് എങ്കിൽ അത് ഒരു വലിയ ദ്രോഹമായിരിക്കും. താങ്കളുടെ നേരിട്ടുള്ളൊരു ശ്രദ്ധയുണ്ടാവണം. ഇക്കാര്യത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി തന്നെ സംശയിക്കുകയാണ്. അതുകൊണ്ട് ഇത് ആളുകളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഒരു അപകടവും ഇല്ലാതെ പോകുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് എന്ന് മാത്രമേ നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, ഹുസൈൻ പൊളിയഞ്ഞാലിൽ, പഞ്ചായത്ത് അംഗം റംല വീരാൻകുട്ടി, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ CV മണികണ്ഠൻ, പ്രദീപ് ചെറുവശ്ശേരി, സലീം ചാലിശ്ശേരി, നജ്മുദ്ദീൻ അറക്കൽ, റൈസ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം ഉപകരണങ്ങൾക്ക് തകരാറില്ലെന്നും ഫിറ്റ് ചെയ്തതിലെ പിഴവാണെന്നും കരാറുകാരെ വിവരമറിയിച്ച് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി MB രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെൽകെയർ എന്ന കമ്പനിക്കാണ് ജിംനേഷ്യത്തിന്റെ കരാർ നൽകിയത്. നിലവിൽ പട്ടിത്തറ, നാഗലശ്ശേരി, പരുതൂർ പഞ്ചായത്തുകളിൽ ജിംനേഷ്യത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. CCTV ന്യൂസ്, പെരുമ്പിലാവ്.
കെ രാധാകൃഷ്ണൻ MP ആയതിനു ശേഷം ആദ്യമായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിയുടെ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും ഉദ്ഘാടനം ചെയ്ത സന്തോഷത്തിൽ ഗ്രാമപഞ്ചായത്തിലെ ഭാരവാഹികളും ഉദ്യോഗസ്ഥരും. നാട്ടുകാർ MPയെ വൻ ആവേശത്തോടെയാണ് വരവേറ്റത്. ചെറുതുരുത്തി കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ നടന്ന പരിപാടി കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P. നിർമ്മലാദേവി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MB സുചിത്ര, PA യൂസഫ്, M. ബിന്ദു, KR ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീതു പ്രേം, ചെറുതുരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KA ഷെറിഫുദ്ദീൻ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ HM ആൻസിയമ്മ, പഞ്ചായത്ത് സെക്രട്ടറി NM ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. നല്ലപോലെ പഠിച്ച് ഉത്തരവാദിത്വം നിറവേറ്റുന്ന കുട്ടികളായിട്ട് ഒരു കുട്ടികളും മാറി. പഠിച്ച് മിടുക്കരാകുന്നത് എന്തിനായിരിക്കണം എന്നുള്ള ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഏറ്റവും നല്ല കുട്ടികളായിട്ട് വളർന്നു വരുന്നത് ഏറ്റവും നല്ല മനുഷ്യരായി നമ്മുടെ സമൂഹത്തെ സേവിക്കാൻ കഴിയുന്നവരായിട്ട് മാറണം. നമ്മുടെ നാടിനെ സേവിക്കാൻ കഴിയുന്നവർ, നമ്മുടെ നാടിന് നന്മ ചെയ്യുന്നവരായി മാറാൻ കഴിയും. ആറങ്ങോട്ടുകര കൂട്ടുപാത റോഡിൽ തിരുവിറ്റക്കോട് ദുബായ് റോഡിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ദമ്പതികൾക്ക് പരിക്ക്. ഇരുങ്കുറ്റൂർ സ്വദേശി ചന്ദ്രൻ, ഭാര്യ സുനിത എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കൂറ്റനാട് നിന്ന് ഇരുങ്കുറ്റൂരിലേക്കുള്ള ഭാര്യ വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന ചന്ദ്രനെയും സുനിതയെയും എതിർദിശയിൽ നിന്ന് അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ ചന്ദ്രന്റെ കാൽപാദം മുറിഞ്ഞുപോയി. നാട്ടുകാർ ചേർന്ന് ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ കാർ പിന്നീട് രാത്രി 9 മണിയോടെ 4 കിലോമീറ്റർ അപ്പുറത്ത് ഞാങ്ങാട്ടിരിയിൽ നിർത്തിയിട്ടതായി പോലീസ് കണ്ടെത്തി. വാഹനത്തിന്റെ നമ്പർ പരിശോധനയിൽ പട്ടാമ്പി സ്വദേശിയുടേതാണ് വാഹനമെന്ന് തിരിച്ചറിഞ്ഞതായി ചാലിശ്ശേരി പോലീസ് അറിയിച്ചു. പരുതൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി പട്ടികജാതി ക്ഷേമ സമിതി. സർക്കാർ ഉത്തരവ് ലംഘിക്കുകയും ജാതി അധിക്ഷേപം നടത്തുകയും ചെയ്തു എന്നാരോപിച്ചാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. പരുതൂർ പഞ്ചായത്ത് ഭരണസമിതി സർക്കാർ ഉത്തരവ് ലംഘിക്കുകയും ജാതി അധിക്ഷേപം നടത്തുകയും ചെയ്തു എന്നാരോപിച്ചാണ് പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. PKS പരുതൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. PKS പട്ടാമ്പി ഏരിയ സെക്രട്ടറി P. ഷൺമുഖൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. രണ്ട് തെറ്റാണ് പഞ്ചായത്ത് ഭരണസമിതിക്കാരും ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഒരു സമുദായത്തിന്റെ പേര് ഉപയോഗിച്ചു. രണ്ട്, കോളനി എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കോളനി എന്ന പദം ആ ബോർഡിൽ പ്രദർശിപ്പിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ പ്രവർത്തകർ അത് അറിഞ്ഞ് അവിടെ എത്തിയപ്പോ ആ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് രാത്രി ബോർഡ് മാറ്റിയിട്ടില്ല. ഞങ്ങൾ ഇന്ന് അവിടെ പോയിരുന്നു. ബോർഡ് ഇപ്പോഴും അവിടെ ഉണ്ട്. അതിന് മുകളിലിട്ട സ്റ്റിക്കറാണ് മാറ്റിയിട്ടുള്ളൂ. തൊട്ടപ്പുറത്ത് ഏകദേശം 6 മാസം മുമ്പ് സ്ഥാപിച്ച ബോർഡ് ഞങ്ങൾ കാണുകയുണ്ടായി. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ച കോൺക്രീറ്റ് പ്രവൃത്തിയുടെ പേരിൽ ബോർഡിൽ ഇതേ പേര് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഭരണസമിതിയോട് പറയാനുള്ളത്, നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി നേതൃത്വത്തിനോട് പറയാനുള്ളത്, ആ ബോർഡും ഉടനെ മാറ്റണമെന്നുള്ളതാണ്. സർക്കാർ ഉത്തരവ് പ്രകാരം ആ ബോർഡും അവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇപ്പോ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കേരളത്തിലുണ്ട്. തന്നുണ്ടായതല്ല. നമുക്കറിയാം, കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ജാതീയപരമായിട്ടുള്ള അടിച്ചമർത്തലുകൾ നമ്മുടെ കേരളത്തിൽ നല്ലവിധം നടന്നിട്ടുണ്ട്. പരുതൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി EP. ശിവശങ്കരൻ അധ്യക്ഷനായിരുന്നു. PKS പരുതൂർ ലോക്കൽ സെക്രട്ടറി TT. പ്രകാശൻ, PK. ചെല്ലുക്കുട്ടി, KC. അലി ഇക്ബാൽ, P. ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചാത്തന്നൂർ കറുകപ്പുത്തൂരിലെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ഡ്രീം ടെക് 2024 മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി സർട്ടിഫിക്കറ്റുകൾ, സ്ഥാപനത്തിൽ നിർമ്മിച്ച വസ്ത്രങ്ങൾ എന്നിവയുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു. വിദ്യാർത്ഥികൾ നിർമ്മിച്ച വിവിധതരം ഫാഷൻ വസ്ത്രങ്ങളുടെ എക്സിബിഷനും ഉണ്ടായി. ചടങ്ങിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ അധ്യക്ഷയായി. തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് T. സുഹറ, സാമൂഹ്യ പ്രവർത്തകൻ T. രാമൻകുട്ടി, സിനിമാ നാടക നടൻ വിജയൻ ചാത്തന്നൂർ, PTA വൈസ് പ്രസിഡന്റ് മോഹനൻ കടവാരത്ത, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം.
വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ലളിതവും സ്വതസിദ്ധവുമായ ശൈലിയിൽ സ്വന്തം അനുഭവങ്ങൾ കാച്ചിക്കുറുക്കി എഴുതി വായനക്കാരെ ആകർഷിച്ച വ്യക്തിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ജീവിതത്തിലെ ലാളിത്യം ഭാഷയിലും പ്രകടമാക്കിയപ്പോൾ ബഷീർ എന്ന എഴുത്തുകാരനെ വായനക്കാർ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. ജൂലൈ 5 ബഷീർ ദിനം. മഹാതീരം ഏകാന്തതയുടെ. ഓരോ എഴുത്തുകാർക്കും ഓരോ ശൈലിയുണ്ട്. ആ എഴുത്തിന്റെ രീതി തന്നെയാണ് എഴുത്തുകാരെ വ്യത്യസ്തരാക്കുന്നതും. ബഷീർ എന്ന എഴുത്തുകാരനെ വായനക്കാരുടെ പ്രിയപ്പെട്ടവനാക്കിയതും അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഭാഷാശൈലിയായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഒരർത്ഥവുമില്ലാത്ത ലൊട്ടുലൊടുക്ക് വാക്കുകൾ ബഷീറിന്റെ കൈവെള്ളയിൽ കുറിച്ചപ്പോൾ ആ വാക്കുകളുടെ മേന്മയെന്തെന്ന് അതേ അർത്ഥത്തിൽ വായനക്കാർ ആസ്വദിച്ചു. സ്വന്തം ജീവിതാനുഭവങ്ങൾ പച്ചഭാഷയിൽ എഴുതിയപ്പോൾ സാധാരണക്കാരന്റെ സാധാരണ എഴുത്തുകൾ വായനക്കാർ നെഞ്ചോട് ചേർത്തു. ഭാഷയിലെ സാഹിത്യവും വ്യാകരണവുമൊക്കെ പൊളിച്ച് അനുഭവിച്ച ദുരിതവും ദാരിദ്ര്യവും യാത്രകളും ജയിൽവാസവുമെല്ലാം അല്പം ബലിതത്തോടുകൂടി അവതരിപ്പിച്ചപ്പോൾ വായനക്കാരത് രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു. മലയാള സാഹിത്യത്തിൽ തന്നെ ബഷീറിന്റെ മാത്രമായിരുന്ന പല പ്രയോഗങ്ങൾ കൂടി കടന്നു വന്നപ്പോൾ മലയാള ഭാഷയ്ക്ക് തന്നെ അത് വെളിച്ചമേകി. വായന ഇഷ്ടപ്പെടാത്ത ആളുകൾക്കു പോലും വായനയോട് ആകർഷണം തോന്നാൻ ബഷീറിന്റെ രചനകൾ സഹായകരമായി. കുട്ടികളും മുതിർന്നവരെയുമെല്ലാം ഒരുപോലെ സ്വാധീനിക്കാൻ ബഷീറിന് സാധിച്ചു. ബാല്യകാല സഖി, നിന്റെ ഉപ്പൂപ്പയ്ക്കൊരാനുണ്ടാർന്ന്, പാത്തൂമ്മയുടെ ആട്, പ്രേമലേഖനം, മതിലുകൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ തുടങ്ങി അദ്ദേഹം സമ്മാനിച്ച രചനകളും അതിലെ ഓരോ കഥാപാത്രങ്ങളും മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ്. ഓരോ കഥാപാത്രത്തെയും മറക്കാനാവാത്ത വിധം വായനക്കാർക്കിടയിൽ പ്രതിഷ്ഠിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സവിശേഷത. വിശ്വസാഹിത്യകാരൻ എന്ന് പറയുന്നത് വിശ്വത്തിന്റെ ഒരു മൂലയിലിരുന്ന് സാഹിത്യം എഴുതുന്നതാണെന്ന് അദ്ദേഹം ഒരിക്കൽ സ്വയം കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ചിന്തയും എഴുത്തുമൊക്കെയാണ് ബഷീറിനെ വിശ്വസാഹിത്യത്തിലെ സുൽത്താനാക്കിയത്. ബഷീറിന്റെ ഭാഷാശൈലി വിവർത്തകരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാനാവാത്ത വിധം വ്യത്യസ്തമായിരുന്നു. മലയാള ഭാഷയ്ക്ക് പുതിയ ഭാവുകത്വം നൽകിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഇന്നും വായനക്കാർക്കിടയിൽ വെളിച്ചമേകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ എഴുത്തുകാരനായി ശോഭിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCTV. SSF പട്ടാമ്പി ഡിവിഷൻ സാഹിത്യോത്സവം ജൂലൈ 13, 14 തീയതികളിൽ ഞാങ്ങാട്ടിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SSF പട്ടാമ്പി ഡിവിഷൻ 31ാമത് എഡിഷൻ സാഹിത്യോത്സവത്തിനാണ് ഞാങ്ങാട്ടി വേദിയാകുന്നത്. സാഹിത്യ സമൂഹം സാകാല്യ പ്രതിരോധം എന്ന പ്രമേയത്തിലാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. 8 വേദികളിലായാണ് സാഹിത്യോത്സവം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പി ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാഹിത്യ സമൂഹം സാകല്യ പ്രതിരോധം എന്ന പ്രമേയത്തിൽ 2024 ജൂലൈ 13, 14 ശനി ഞായർ തീയതികളിലായി ഞാങ്ങാട്ടിയിൽ ഉമർ അൽ ഹസനി നഗറിൽ 8 വേദികളിലായി നടക്കും. ബാല്യകൗമാര യൗവനങ്ങളുടെ സർഗപ്പോര് ഫാമിലികളിൽ തുടങ്ങി പിന്നീട് യൂണിറ്റ് കേന്ദ്രങ്ങളിൽ കൂടി 8 സെക്ടർ കേന്ദ്രങ്ങളിലും പൂർത്തീകരിച്ച ശേഷമാണ് വിദ്യാർത്ഥികൾ ഡിവിഷൻ സാഹിത്യോത്സവം മാറ്റുരക്കുന്നത്. പട്ടാമ്പി ഷൊർണൂർ നഗരസഭകൾ, പരുത്തൂർ, മുതുതല, തൃത്താല, വല്ലപ്പുഴ, ഓങ്ങല്ലൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ 1000-ഓളം മത്സരാർത്ഥികൾ 140-ലധികം മത്സരങ്ങളിലാണ് മാറ്റുരക്കുക. ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ കേരള പാർലമെന്റ് കാര്യമന്ത്രി MP രാജേഷ് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും. സീനിയർ ജേർണലിസ്റ്റ് രാജീവ് ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തും. സാഹിത്യ സമൂഹം സാകല്യ പ്രതിരോധം എന്ന പ്രമേയത്തിൽ സാഹിത്യ ചർച്ചയും നടക്കും. സമൂഹത്തിന് കലകളിലൂടെ ദിശാബോധം നൽകുക എന്നതാണ് സാഹിത്യോത്സവത്തിലൂടെ ലക്ഷ്യമിടുന്നത്.
പട്ടാമ്പി, ഷൊർണൂർ നഗരസഭകൾ, പരുതൂർ, മുതുതല, ഓങ്ങല്ലൂർ, വെല്ലപ്പുഴ, തൃത്താല പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ 1000-ഓളം മത്സരാർത്ഥികൾ 140-ലധികം മത്സര ഇനങ്ങളിലായി പങ്കെടുക്കും. ശനിയാഴ്ച വൈകുന്നേരം മന്ത്രി എം.ബി. രാജേഷ് സാഹിത്യോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. സീനിയർ ജേർണലിസ്റ്റ് രാജീവ് ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തും. സമാപന സംഗമം കേരള മുസ്ലിം ജമാഅത്തെ ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും. SSF ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റാഫി പൈലിപ്പുറം സന്ദേശ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് അൻസുറുദ്ദീൻ ഗുദ്ബി, ജനറൽ സെക്രട്ടറി അഹമ്മദ് അഷറഫ് പട്ടാമ്പി, സാഹിത്യോത്സവ് ചെയർമാൻ ഷിഹാബുദ്ദീൻ സക്കാഫി, ഫവാസ് സക്കാഫി, മുസ്തഫ മുയിനി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പുതിയ കാല കൗമാര യൗവനങ്ങൾക്ക് സാഹിത്യത്തിൻ്റെ സംഭാവനകളും അതുപോലെ തന്നെ സാഹിത്യം പ്രതിരോധം തീർത്തത് എത്തരത്തിലാണെന്നുള്ള ഉൾക്കാഴ്ചയുണ്ടാക്കുന്നതിന് വേണ്ടിയുമുള്ള ഒരു ചർച്ചയും ഈ ഉദ്ഘാടന സെഷന് ശേഷം നടക്കുന്നുണ്ട്. അതിൽ പ്രമുഖ നേതാക്കളായ അജ്മൽ ഹാദി, അതുപോലെ മുസ്തഫ മൊയ്നി, അൻസറുദ്ദീൻ കുത്തുബി തുടങ്ങിയ നിസാർ പന്നിയങ്കുന്ന് തുടങ്ങിയ ആളുകൾ വളരെ വിശാലമായ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച സീനിയർ ജേർണലിസ്റ്റ് രാജീവ് ശങ്കരൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് മുഖ്യപ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ഞായറാഴ്ച നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയുണ്ട്. അതുപോലെ സമാപന സംഗമത്തിൽ ഈ 8 സെക്ടറുകളിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ആളുകൾക്കുള്ള സമ്മാന വിതരണവും അടക്കമുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും ട്രോഫിയും നൽകി വിദ്യാർത്ഥികളെ സാഹിത്യത്തോട് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ഇവന്റ് കൂടിയാണ് എന്ന സാഹിത്യോത്സവം. മുതുതല പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു. മുതുതല ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത്. തിരുവാതിര ഞാറ്റുവേലയുടെ ഭാഗമായുള്ള പരിപാടിയിൽ കർഷകർക്ക് ആവശ്യമായ പച്ചക്കറി തൈകൾ, പൂച്ചെടികൾ, നടീൽ വസ്തുക്കൾ, ജൈവവളം, ജൈവ കീടനാശികൾ എന്നിവ ലഭ്യമാക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി ഞാറ്റുവേല ചന്തയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. സമയത്താണ് നമ്മൾ കുറച്ച് പച്ചക്കറി തൈകൾ കർഷകർക്ക് വേണ്ടി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ മുന്നേ 1-2 തവണകളായിട്ട് നമ്മൾ JLG ഗ്രൂപ്പുകൾക്കും നമ്മുടെ നാട്ടിലെ കർഷകർക്കുമായിട്ട് തൈകളും വിത്തൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് ഇപ്പോൾ ഓണമാണ് വരാൻ പോകുന്നത്. ഓണത്തിന് ചന്ത നമ്മൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ഈ ചന്തയിലേക്കൊക്കെ ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് തന്നെ നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി തന്നെ നമുക്ക് വിപണനത്തിന് വേണ്ടി എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ്. അത് കർഷകർക്കും സഹായകമാണ്, നമുക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം എന്നുള്ളതുമാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ച് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇക്കുറിയെ നമ്മൾ ചെണ്ടുമല്ലി കുറേ അധികം ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ചെണ്ടുമല്ലി കൃഷി കഴിഞ്ഞ തവണ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ നമ്മൾ 1 ഏക്കർ സ്ഥലത്ത് ചെയ്തവർക്കൊക്കെ അത് നല്ലൊരു ലാഭമായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ ഇത്തവണ ആവശ്യപ്പെട്ട എല്ലാ ഗ്രൂപ്പുകൾക്കും നമ്മൾ ചെണ്ടുമല്ലി തൈകൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. സ്ഥിരസമിതി അധ്യക്ഷ PM ഉഷ അധ്യക്ഷയായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷ സുബൈദ, സജിത, കൃഷി ഓഫീസർ ഹരീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. BJP ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ തന്നെ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുകയും സംസ്കരിക്കാനോ സൂക്ഷിക്കാനോ യാതൊരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും കാലങ്ങളായി ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യത്തിലാണ് BJP സമരവുമായി രംഗത്തെത്തിയത്. കേന്ദ്ര ഗവൺമെന്റ് സ്വച്ഛ് ഭാരത് പദ്ധതിക്കായി നൽകുന്ന ഫണ്ട് പഞ്ചായത്ത് കൃത്യമായി വിനിയോഗിക്കുന്നില്ലെന്ന് BJP കുറ്റപ്പെടുത്തി. BJP കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് സമരം ഉദ്ഘാടനം ചെയ്തു. BJP ചാലിശ്ശേരി പ്രസിഡന്റ് K. ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. രതീഷ് തണ്ണീർക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. KC കുഞ്ഞൻ, KP ചന്ദ്രൻ, ഭാജേഷ് ചാലിശ്ശേരി, ബാലൻ പട്ടിശ്ശേരി, കുഞ്ഞുകുട്ടൻ, ശ്രീധരൻ, വേലായുധൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മൂക്കിന്റെ തുമ്പത്ത്, ഇവിടുത്തെ വില്ലേജ് ഓഫീസറുടെ മൂക്കിന്റെ തുമ്പത്ത്, പഞ്ചായത്ത് സെക്രട്ടറിയുടെ മൂക്കിന്റെ തുമ്പത്ത്, അതുപോലെ കൃഷി ഓഫീസറുടെ മൂക്കിന്റെ തുമ്പത്ത് ഇത്രയും വലിയ രീതിയിൽ മാലിന്യ കൂമ്പാരങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് ഇവിടുത്തെ ഹരിതകർമ്മ സേന പ്രവർത്തകർക്ക് പോലും യാതൊരു സംരക്ഷണവുമില്ലാതെ അവരുടെ ജോലി അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഇങ്ങനെ മാലിന്യം കൂമ്പാരമായി കൂടിയിട്ട് വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യമുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ ഈ പഞ്ചായത്ത് കോമ്പൗണ്ട് തന്നെ മാറിയിട്ട് യാതൊരു നടപടി എടുക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ പഞ്ചായത്ത് സംവിധാനത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്.
രായരനെല്ലൂർ AUP സ്കൂളിൽ ബഷീർ ദിനാചരണം നടത്തി. ലൈബ്രറി കൌൺസിൽ അംഗവും റിട്ടയേർഡ് പ്രധാന അധ്യാപകനുമായിരുന്ന ചന്ദ്രൻ മാഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക സുനന്ദ ടീച്ചർ സന്നിഹിതയായിരുന്നു. സ്കൂളിലെ അധ്യാപകനായ സക്കറിയ മാസ്റ്റർ സ്വാഗതവും ഹരിത ടീച്ചർ നന്ദിയും പറഞ്ഞു. മേഴത്തൂർ കോടനാട് പുല്ലാണിക്കാവ് ശിവക്ഷേത്ര സമുച്ചയത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ജൂലൈ 6, 7 തീയതികളിൽ നടക്കും. ക്ഷേത്രം തന്ത്രി പൊതിയിൽ ചേനാസ് കുമാർ സ്വാമി നമ്പൂതിരിപ്പാട്, ഗിരീശൻ നമ്പൂതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് 6:30 കലാമണ്ഡലം നന്ദകുമാറും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ അരങ്ങേറും. ഇതോടെ നെടുവേറെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.